തലസ്ഥാനത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നതാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഉച്ചയ്ക്ക് 1:15 ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ പൊങ്കാല നിവേദിച്ചത്. ഇതോടെ നഗരത്തിൽ വഴിനീളെ ഒരുക്കിയ പൊങ്കാല കലങ്ങളിൽ പുണ്യാഹം തളിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ തിരികെ മടങ്ങുന്നത്. നാളെ രാത്രി 1 മണിക്ക് നടക്കുന്ന കുരുതി സമർപ്പണത്തോടെയാണ് പൊങ്കാല ഉത്സവത്തിന് സമാപനമാകുന്നത്. ഈ ഉത്സവത്തിന്റെ കാഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു. ഇന്നലെയും ഇന്നുമായി സുനിഷ അയലൂർ ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ട്, അഞ്ജന അനിൽകുമാർ തമ്പാനൂരിൽ നിന്നും, ആദിൽ പാലോട് ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ നിന്നും, അഷിൻ ഡിയാഗോ നഗരസഭ ഇപ്പോൾ ശുചീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയും വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം തത്സമയം ചേരും. ഗുഡ് ഈവനിങ് ഗൈസ്. ആദ്യം തന്നെ സുനിഷയിലേക്ക്. സുനിഷ, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ആദ്യം തന്നെ അതിനൊരു അഭിനന്ദനങ്ങൾ. ഇന്നലെയും ഇന്നുമായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ് സുനിഷ. ഇന്നിപ്പോൾ പൊങ്കാലയിട്ട് എല്ലാവരും മടങ്ങുമ്പോഴും ആറ്റുകാലിൽ ഉത്സവം കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരംകാരൊക്കെ ഈ ഉത്സവം കൂടി പൂർണ്ണമായി കൂടിയതിനു ശേഷമല്ലേ ക്ഷേത്രം വിടുകയുള്ളൂ? ഉറപ്പായിട്ടും സുജിയ, ഉത്സവം നാളെയാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ ഉത്സവം തീർന്നിട്ട് മാത്രമേ ഇവർ പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഒപ്പം തന്നെ പൊങ്കാല നിവേദിച്ച് എല്ലാവരും മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ ഒട്ടുമിക്ക ആളുകളും നമ്മളിങ്ങനെ ഈ ക്ഷേത്രത്തിന് പുറത്തേക്കൊക്കെ പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ കെട്ടുമൊക്കെ ആക്കി തയ്യാറാക്കി ഇങ്ങനെ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഈ ക്ഷേത്രത്തിലെത്തിയാൽ അങ്ങനെയല്ല സ്ഥിതി. ക്ഷേത്രത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം കാത്തു നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. ഒരുപക്ഷെ രാവിലെ ഒന്നും തന്നെ കാണാൻ പറ്റാത്ത, രാവിലെയൊക്കെ വന്ന് ക്യൂ നിന്ന് തിരിച്ചു പോകേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും, അതായത് പൊങ്കാല തിരക്കൊക്കെ കഴിഞ്ഞ ആളുകളെല്ലാം മടങ്ങി തുടങ്ങി. ആ സമയത്ത് കൃത്യമായി വളരെ മനസ്സമാധാനത്തോടു കൂടി ക്യൂ നിന്ന് ദർശനം നേടാമെന്നുള്ള രീതിയിൽ വന്ന ആളുകളാണ് ഈ കാണുന്നവരൊക്കെ തന്നെയും. വേഗത്തിൽ കടത്തിവിടുന്നുണ്ട്. ഒരു ഭക്തർ പോലും ഈ ദർശനം കിട്ടാതെ മടങ്ങി വരേണ്ടി വരില്ല എന്ന് നേരത്തെ മന്ത്രി അടക്കം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഇതാ നിലവിലിപ്പോൾ ഇങ്ങനെ ഭക്തർ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ ഇനിയിപ്പോൾ 6:45 ദീപാരാധനയുള്ളത്. അതിനുശേഷം 7:45 പ്രധാനപ്പെട്ട കുത്തിയോട്ടം ചടങ്ങ് ഉള്ളത്. ഇത്തവണ 590-ലധികം കുട്ടികൾ ഈ കുത്തിയോട്ടത്തിന് ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ 7 ദിവസം ഈ പൊങ്കാല ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് വ്രതമെടുത്ത് ഈ കുത്തിയോട്ടത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ്. പല അമ്മമാരും ഈ വീട്ടുകാരും ഒക്കെ ചില നേർച്ചകൾ നേർന്നിട്ടുണ്ടാകും. ആ നേർച്ചകളുടെ ഭാഗമായാണ് ഈ കുത്തിയോട്ടം. അങ്ങനെ 7:45 കൂടിയാണ് ഈ കുത്തിയോട്ടവും ചൂരൽകുത്തുമൊക്കെ നടക്കുന്നത്. അതിനുശേഷമാണ്, അതായത് പിന്നീട് ഒരു പുറത്തെഴുന്നള്ളിപ്പ് 11:15 പുറത്തെഴുന്നള്ളിപ്പാണ്. പിന്നെ അടുത്ത ദിവസം, അതായത് ആറ്റുകാൽ മഹോത്സവം തുടങ്ങി 10ാം ദിവസമായ നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാപ്പഴിപ്പ്. രാത്രി 10 മണിക്കാണ് ഈ ദേവിയുടെ കാപ്പഴിപ്പ് ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം, ഈ ആറ്റുകാൽ അമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ആദ്യ ദിവസം നമ്മൾ കണ്ടതാണ്. അന്നാണ് ഈ കണ്ണകി ചരിതത്തിലെ തോറ്റമ്പാട്ടൊക്കെ തുടങ്ങുന്നത്. അന്ന് ഈ കാപ്പുകെട്ടി കുടിയിരുത്തിയതിന് ശേഷമുള്ള ഈ 9ാം ദിവസം പൊങ്കാല സമർപ്പിക്കുന്നു അമ്മയ്ക്ക്. അങ്ങനെ ഈ പറയുന്നത് പോലെ ഈ കണ്ണകി ചരിതത്തിലെ ഈ കഥകൾ ഇങ്ങനെ പാണ്ഡ്യരാജാവിനെ വധിച്ചതിന് ശേഷം അതിനുശേഷമുള്ള ഘട്ടമാണ് പിന്നീട് ഈ പറയുന്ന കിള്ളിയാറിൻ്റെയും കരമനയാറും സംഗമിക്കുന്ന ഈ ആറ്റുകാൽ ക്ഷേത്രം. ഇന്നത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഇടത്ത് ദേവി എത്തിയെന്നും ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി എന്നുമുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് ഈ 10 ദിവസത്തെ ആഘോഷം തന്നെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നത്. സുനിഷ സൂചിപ്പിച്ചതുപോലെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി വൈകിട്ടും കുത്തിയോട്ടം അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഇനി കാപ്പഴിക്കുന്ന ചടങ്ങ്, അങ്ങനെ നിരവധി ചടങ്ങുകൾ. ഉത്സവം നാളെയാണ് സമാപിക്കുക. അതുവരെ ആറ്റുകാൽ ക്ഷേത്രം വലിയ തിരക്കിലൂടെ തന്നെയായിരിക്കും കടന്നു പോവുക. നമുക്ക്